ബാലു ഇപ്പോൾ ലാലേട്ടന് മുമ്പുള്ള പടങ്ങൾ ഹൈബി ഒക്കെ ആണെങ്കിലും യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിലും ബാലു ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടുക, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടികർമ്മ ചിത്രത്തിൽ കുറച്ചുകൂടി ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ മച്ചാനെ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹനീബി പോലത്തെ ഒരു കഥാപാത്രം ലാലേട്ടൻ പടത്തിൽ കിട്ടിയിരുന്നെങ്കിൽ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഈ പടത്തിലെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടറാണ്. നമ്മള് ഇയാൾ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ 100 days അടിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇത്ര ദിവസം ഇത്ര കോടി അടിക്കുക എന്നുള്ള ട്രാക്കാണ് ഈ സിനിമയ്ക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ്? അത് ഒരിക്കലും നമ്മളെ കോടി ചെയ്തിട്ടല്ലോ, പടം നല്ലതായിട്ട് ചെയ്യണം. പടം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. ഇമോഷണൽ ചെയ്ത് മോശമാണോ? അല്ല, കണ്ടാണോ സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് പോയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയാറുണ്ട്, ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ ആസിഫിന്റെ പേര് പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ കളറൊക്കെ ഇതില്ലേ, അതിനൊക്കെ വളരെ സത്സരമായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പറയുകൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നില്ല നമ്മളങ്ങനെ സിനിമയുടെ എന്താ പറയുക ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഈ സിനിമയുടെ വന്ന് ശ്രമം ഉണ്ടായത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ചെയ്യാൻ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. സ്ക്രിപ്റ്റ് മൂവിമെന്റ് സിനാന്റെ എല്ലാവരും വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് വരെ നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ചേട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡെയിലിയുടെ ചുറ്റും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാവരും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മോശമാകുന്ന കാര്യങ്ങൾ മോശമാണെന്ന് മുതലാളികളൊക്കെ പറയും എന്ന് പറയാൻ പോകുന്നത് നല്ല സുഖകരമായിട്ടാണ്. സൗദിയിലെ കാര്യങ്ങളുണ്ടായിരുന്നു, അഭിനയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറയാനാണ്. ഇതുപോലെ ചട്ടത്തിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ ഒരു ഐഡന്റിറ്റി അതുപോലെ കളവറിയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാർഡ് നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലായിടത്തും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്
ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ അതുപോലെ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാണ് കോപ്പർ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മള് ആദ്യം ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ സിനിമകളിലായിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചുകൊണ്ട് ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാവുന്നതാണ്. പേഴ്സണലി എന്റെ അടുത്താലും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. തമാശയാണ്. അപ്പൊ അതിന്റെ ഒരു ടെംപ്ലേറ്റ് പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടലൊക്കെ ചെന്ന് പയ്യനായിട്ട് ഞാനൊന്നും പറയല, ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ വെള്ളം തന്നെ എന്താ എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. ഞാൻ അവരങ്ങനെയാണ് ടീറ്റോട്ടിലാണ്. ടീറ്റോട്ടിലാണ് അവരൊരു പണി വെച്ചിട്ട് പോയാണ്. എംഡിയുടെ മഞ്ഞൾ എന്ന് പറഞ്ഞ സിനിമ ബുക്കിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കണം നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചിട്ട് പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകളുണ്ടോ അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയൊന്നുമില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഈ ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു കണ്ട വിഷ്വലാണ് നമ്മൾ അവര് എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധം എനിക്ക് തോന്നുന്നില്ല. അത് വേറെ ഓരോരുത്തരും പ്രോസസ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അതൊരു ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് ഉപയോഗിക്കും. അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.